ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ വിൻഡോസ് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പം നോർമലായിട്ട് നമ്മുടെ വീട്ടിലെ കമ്പ്യൂട്ടറുകൾ അതിൽ വരുന്നൊരു പ്രോബ്ലമാണ് ബ്ലൂ സ്ക്രീൻ എന്ന് പറയുന്നത്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ഇഷ്യൂ നമ്മൾക്ക് വരാം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതായത് നമ്മുടെ റാമിൽ പൊടി കയറുന്നത്. റാമിൽ പൊടി കയറി കഴിഞ്ഞാൽ, പൊടി കയറുക പറഞ്ഞാൽ കാണത്തൊക്കെ ഒന്നും ഉണ്ടാവില്ല, ഒന്നോ രണ്ടോ ടെസ്റ്റ് ആയിരിക്കും. അത് കയറി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ ഒന്നുകിൽ കമ്പ്യൂട്ടർ ഓൺ ആവില്ല, ജസ്റ്റ് കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ആ ഫാനൊന്ന് കറങ്ങിയിട്ട് ഓഫ് ആവും, അല്ലെങ്കിൽ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കും, CPUൻ്റെ ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, ഒരു പ്രോസസ്സ് നടക്കില്ല, ബ്ലാക്ക് സ്ക്രീൻ അല്ലെങ്കിൽ സിഗ്നൽ നോട്ട് കമ്മിങ് ഫ്രം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് നമുക്ക് മോണിറ്ററിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പം സ്ക്രീൻ സ്റ്റക്ക് ആവുന്നു, പിന്നീട് ബ്ലൂ സ്ക്രീൻ കാണിക്കുന്നു, റീസ്റ്റാർട്ട് ആവുന്നു. ഇതൊക്കെ റാമിൽ പൊടി വന്നാൽ നോർമലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാ തരത്തിലുള്ള ബ്ലൂ സ്ക്രീനും ഈ റാമിൽ പൊടി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും ഭൂരിപക്ഷവും ഇങ്ങനെ ഒരു പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഓണാക്കുമ്പോൾ ജസ്റ്റ് കമ്പ്യൂട്ടറിൽ വേറൊന്നും കാണിക്കാതെ ഈ ഫാൻ മാത്രം കറങ്ങിക്കൊണ്ടിരിക്കുക, ഇതും റാമിൽ പൊടി കയറുന്ന ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. റാം എടുക്കുക, നല്ലൊരു തുണി എടുത്തിട്ട് അതിൻ്റെ ഒരു കോട്ടിങ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഈ താഴെ കാണുന്ന ഭാഗം അത് നിങ്ങളും തുടക്കുക, രണ്ടാമതിലേക്ക് ഇടുക. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലും പൊടി നിങ്ങൾ കളയുക. ഊതാനൊന്നും പാടില്ല ഒരിക്കലും, കാരണം ഊതുമ്പോൾ നമ്മളെ തുപ്പൽ കൂടി അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇലക്ട്രിക് ഷോക്കിന് മറ്റും കാരണമാവാം. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒരു നല്ല ബ്രഷ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ക്ലീനിങ് ടൂൾ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. കമ്പ്യൂട്ടർ വാങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം വാങ്ങാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ക്ലീനിങ് ടൂളുകളും ബ്രഷുകളൊക്കെ. അത് ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് റാം സ്ലോട്ടുകൾ വൃത്തിയാക്കുക, വീണ്ടും അതിലിടുക. കാരണം ഉള്ളിലേക്ക് പറയുന്ന രീതിയിൽ ഉള്ളിലേക്ക് വലിക്കുന്നുണ്ട് പൊടികളൊക്കെ. അല്ലാതെ നമ്മൾ റൂമിൽ അറിയാം, നമ്മൾക്ക് ഇപ്പോൾ കറുത്ത ഡെസ്കൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ശരിക്കും അറിയാം എത്രത്തോളം പൊടികൾ ഒരു ദിവസം വന്ന് വീഴുന്നുണ്ട്. അപ്പോൾ ഇത്തരം റാമിലേക്ക് പൊടികൾ വന്നു കഴിഞ്ഞാൽ ഈ ബ്ലൂ സ്ക്രീൻ ഉണ്ടാവും. അതല്ലാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്ലൂ സ്ക്രീൻ അല്ലാതെയും ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാം. ഇപ്പം ഈ നമുക്ക് നമ്മുടെ ഹാർഡ് ഡിസ്കിന് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ബ്ലൂ സ്ക്രീൻ വരുന്ന ഒരു കാര്യമാണ്. നമ്മൾ OS ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് കട്ടായി പോകും. അത് രണ്ട് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, ഒന്നിക്ക് ഹാർഡ് ഡിസ്ക് കംപ്ലയിൻ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ OS കറക്റ്റായി പോയിട്ടുണ്ടായിരിക്കാം. നമ്മൾ അധികം ആൾക്കാർ ഒന്നിക്ക് പെൻ ഡ്രൈവിലേക്ക് മാറ്റിയിട്ടായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ DVD അല്ലെങ്കിൽ DVDയിലേക്ക് മാറ്റാൻ ചെയ്യുക. അപ്പം ഈ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഈ ഫയലിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ സമയത്ത് ബ്ലൂ സ്ക്രീൻ വരാം. ഇപ്പോൾ കുറച്ചാൾ മുമ്പ് ഒരു സബ്സ്ക്രൈബർ അങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്ലൂ സ്ക്രീൻ വരുന്നു, അതിൻ്റെ PC അടിച്ചു പോയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ബ്ലൂ സ്ക്രീൻ അല്ലാതെയും വരുന്നുണ്ട്. അതിൻ്റെ റീസൺസ് കൃത്യമായിട്ട് ഈ ബ്ലൂ സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു കോഡ് കാണാം. ആ കോഡ് നിങ്ങൾ എടുത്തിട്ട് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് റീസൺ കാണിക്കും. ഇന്ന് എറർ കോഡ് എന്തിനാണെന്നുള്ളത് അവർ കാണിച്ചു തരും. അപ്പം നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന റീസൺ കൊണ്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നോർമലായിട്ട് ബ്ലൂ സ്ക്രീൻ വരുന്നത് റാമിൽ പൊടി കയറുന്നതുകൊണ്ടാണ്. അപ്പോൾ റാം ഒന്ന് തുടച്ചൊന്ന് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. മാക്സിമം ഉള്ളിലേക്ക് പൊടി കയറാത്ത രീതിയിൽ കമ്പ്യൂട്ടർ നല്ലൊരു സ്ഥലത്ത് വെക്കുക. രണ്ടാമത്തെ കാര്യം, കൃത്യമായ ഇടവേളകളിൽ നമ്മളെ ക്യാബിനറ്റ് ഓപ്പൺ ചെയ്ത് അതിലെ പൊടികളും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുക. നമ്മൾക്ക് വാക്യൂം ക്ലീനർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് പൊടികളൊക്കെ വലിച്ചെടുക്കാൻ കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സിസ്റ്റത്തിന് ഒരു പ്രോബ്ലം ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ലാപ്ടോപ്പുകളിൽ നോർമലായിട്ട് റാമിൽ പൊടി കയറുന്ന ഇഷ്യൂ അങ്ങനെ കാണാറില്ല, കാരണം അത് മൊത്തം ക്ലോസ്ഡ് ആണല്ലോ. അപ്പം അതാണ് ലാപ്ടോപ്പിന് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം PC-നേക്കാളും. പക്ഷേ PC ആണ് നമ്മൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പം ഹെവി വർക്ക്, വീഡിയോ എഡിറ്റിംഗ്, ഗെയിമിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹെവി ആയി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് PC ആണ് നല്ലത്. ഇപ്പോൾ ലാപ്ടോപ്പ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വലിയ വലിയ ടാസ്കൊക്കെ വരുമ്പോൾ ഹീറ്റ് ആവുകയും അതുപോലെ തന്നെ ബാറ്ററി ചാർജിൻ്റെ പ്രശ്നം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പവർ അപ്പ് ചെയ്താൽ മാത്രമേ ചില സമയങ്ങളിൽ ഈ ഹൈ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. കാരണം ഹൈ എൻഡ് CPU-ന് ഈ പറയുന്ന ബാറ്ററിയിൽ നിന്ന് മാത്രം പവർ പോരാ, അതിൻ്റെ ഫുൾ പവറിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ് ചാർജ് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് മാത്രമേ ഫുൾ പവർ കിട്ടൂ. തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുതിയ പുതിയ ലാപ്ടോപ്പുകളിൽ വരുന്നുണ്ട്. അപ്പം അത്രയും കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കുള്ള അനുഭവങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ പുതുതായിട്ട് വരുന്ന വ്യൂവേഴ്സിന് അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീട്ടിൽ കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.